ഫേസിലെ ടാനൊക്കെ മാറി ഫേസ് നല്ല ബ്രൈറ്റ് ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കണം എങ്കിൽ ഈ ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഫേസ് പാക്ക് തയ്യാറാക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ നമ്മുടെ മിൽക്ക്, സെക്കൻഡ് വൺ റാഗി പൗഡർ. ഇത് രണ്ടും കൂടെ അത് നമ്മുടെ ഫേസിലോട്ട് ആവശ്യമായ അളവിലെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ടൊരു 5 to 10 മിനിറ്റ്സ് അതൊന്ന് മാറ്റി വെക്കുക. ഇങ്ങനെ ഇത് മാറ്റി വെക്കുമ്പോൾ ഇത് രണ്ടും കൂടെ മിക്സായി ഒന്ന് കുതിർന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ എഫക്റ്റിലും വ്യത്യാസം ഉണ്ടാകും, നമുക്ക് കിട്ടുന്ന റിസൾട്ടിലും വ്യത്യാസം ഉണ്ടാകും. അതിനുശേഷം നല്ലൊരു തിക്ക് ലെയറായിട്ട് തന്നെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒട്ടും പിശക്കണ്ട. നമ്മുടെ ഫേസിലോട്ട് നല്ല തിക്ക് ലെയറിൽ ഇടുമ്പോഴാണ് കിട്ടുന്ന റിസൾട്ടും അടിപൊളിയായിരിക്കും. അങ്ങനെ ഞാൻ എൻ്റെ ഫേസ് ഫുൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് നല്ല തിക്കായിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഫേസിൽ എപ്പോഴും അപ്ലൈ ചെയ്യാറ്. ഏത് ഫേസ് പാക്ക് എടുത്താലും ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ ബാലൻസ് വന്നപ്പോൾ ഞാൻ എൻ്റെ നെക്ക് പോർഷനിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നെക്കൊക്കെ നല്ല ടാൻ ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഫുൾ നെക്കിലും ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യാം. നല്ല തിക്കായിട്ടിടുന്നതുകൊണ്ട് തന്നെ ഇത് ഉണങ്ങാനും ഇത്തിരി സമയം എടുക്കും. അപ്പോൾ അത്രയും സമയം വെയിറ്റ് ചെയ്യുക. ഇതാണ് ഞാൻ വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട്. ശരിക്കും നമ്മൾ എന്തോ ഒരു ഫേഷ്യൽ ചെയ്തൊരു എഫക്റ്റാണ് ഇത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത്. ഞാൻ ഈ ഫേസ് പാക്ക് ട്രൈ ചെയ്തത് കുറേ വീഡിയോസ് കണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ റിസൾട്ട് അടിപൊളിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.